നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചായ. അല്ല, എന്താ ഒരു ആലോചന? നിഖിലിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? പവിയേട്ടൻ വിഷമിക്കണ്ട. അവനെ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാം. നിഖിലിന്റെ കാര്യമല്ല, സതീഷിന്റെ കാര്യം ഞാൻ ആലോചിക്കുന്നത്. സതീഷിന് എന്തു പറ്റി? ഒന്നും പറ്റാതിരിക്കാനുള്ള കാര്യങ്ങളാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. ഇനി എന്തു പറ്റ? അവര് വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതല്ലേ ഉള്ളൂ. നിങ്ങളുടെ ചേച്ചിക്കൊക്കെ സതീഷിനെ നല്ലതുപോലെ ഇഷ്ടായിട്ടുണ്ട്. പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? അത് പിന്നെ പ്രത്യേകിച്ച് പറയണം, നിങ്ങളുടെ എതിയളിയനും ഭാര്യയ്ക്ക്. അതെനിക്കും അറിയാം. ഒരു പാവത്താനെ പോലെ പെരുമാറുന്നുണ്ടെങ്കിലും യതി ചില്ലറക്കാരനല്ല. അയാളുടെ മനസ്സിലെ ആഗ്രഹങ്ങളും ചെറുതല്ല. എല്ലാത്തിനും രഞ്ജിനി സപ്പോർട്ടും ഉണ്ട്. അവരുടെ കൃത്യമായ പ്ലാനിംഗ് ആണ് നിഖിലിനെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിഖിലിപ്പോ പഴയ ആളുമല്ല. അവൻ നല്ലവനായി എന്നാണോ പവിയേട്ടൻ പറയുന്നത്? ഏയ്, നല്ലവനായി എന്നല്ല. അവൻ പഠിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. വിദേശത്ത് ഇത്രയൊക്കെ പഠിച്ചിട്ട് വരുന്ന ഒരുത്തൻ്റെ ബുദ്ധി നമ്മൾ ചെറുതായിട്ട് കാണരുത്. വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇനി നമുക്കുണ്ടാകാൻ പോകുന്ന എതിരാളി അവനായിരിക്കും. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു ചെറിയ പിഴവ് പോലും അവൻ ബുദ്ധിപരമായി എടുത്തുപയോഗിക്കും. അതുകൊണ്ട് നിഖിലിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. എന്റെ ടെൻഷനേ അതൊന്നുമല്ല. സതീഷ് ചതിക്കില്ലല്ലോ അല്ലേ? നമ്മൾ കൊടുക്കുന്ന പണവും സ്വത്തുക്കളും ഒക്കെ ആയി അവനെങ്ങനെ മുങ്ങിയാലോ? അതിന് നമ്മൾ അവന്റെ പേരിൽ ഒന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. നമ്മൾ കൊടുക്കുന്നതെല്ലാം നമ്മളുടെ മകളുടെ പേരിലായിരിക്കും. അതിന്റെ എല്ലാ ചരടുകളും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അതുമാത്രമല്ല, വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ പുതിയ കമ്പനി ഓപ്പൺ ചെയ്യും. അവിടുത്തെ നമ്മുടെ വീടിന്റെ പണി അപ്പോഴേക്കും തീരും. നമ്മൾ താമസം അങ്ങോട്ട് മാറും. നമ്മുടെ മകളും മരുമകനും ജീവിക്കാൻ പോകുന്നത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിനക്ക് ആ ടെൻഷൻ വേണ്ട. പക്ഷേ നിഖിൽ ഈ രഹസ്യങ്ങളൊന്നും അറിയാം. എന്താ? പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ കേട്ടിട്ടില്ല. അല്ല, ശ്രേയയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. പയ്യനെവിടുന്ന? അത് കുറച്ച് ദൂരെന്ന്. ദൂരെന്ന് വെച്ചാ ബാംഗ്ലൂരിന്നാ? ആ, ബാംഗ്ലൂരിൽ തന്നെ. അല്ല, നീ ആവശ്യമില്ലാത്തൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. ഷോ, ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ വിവാഹ കാര്യമല്ലേ? അത് എനിക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നുമല്ലേലും വകയലെന്റെ മുറപ്പെണ്ണല്ലേ അല്ലേ? ഞാൻ ചിലതൊക്കെ അന്വേഷിച്ചു, പലതും അറിയുകയും ചെയ്തു. നീ എന്തറിഞ്ഞു? അങ്കിളെ, നമ്മളെ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ചിലതൊന്നും രഹസ്യമാക്കി വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ദൈവം പോലും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച്
നമ്മൾ ചെയ്യുന്ന പലതും ദൈവം അറിയുന്നതിന് മുമ്പ് പലരും അറിയും. അറിയാലോ, ബാംഗ്ലൂരെ 5-6 കൊല്ലം ഞാൻ തകർത്താടിയ സ്ഥലമാ. എനിക്കറിയാത്ത ഒരു സ്ഥലവും ബാംഗ്ലൂരിലില്ല. നീ എന്തറിഞ്ഞു നീ പറയണേ? കണ്ടോ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോ തന്നെ അങ്കിളിന് ടെൻഷനായി. അങ്കിള് ടെൻഷൻ അടിക്കണ്ട. അപ്പോ ഇനി ഞാൻ അറിഞ്ഞ ബാക്കി കാര്യം കൂടെ പറഞ്ഞാലേ അങ്കിൾ ബോധം കിട്ടി താഴെ വീഴും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. അല്ല, ആന്റിയുടെ അസുഖത്തിന് കുറവുണ്ടോ? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല. ദേ, ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ മേലിൽ നീ ഈ മുറിക്കകത്തേക്ക് വരരുത്. ആരുടെ അനുവാദത്തിനായി നിഖിൽ പണ്ടും കാത്തു നിന്നിട്ടില്ല, ഇനി നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മരുമകൻ സതീഷിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുമാത്രമല്ല, മറ്റു പലതും. അതൊന്നും എന്റെ മാറ്ററല്ല. പക്ഷേ പഴയതുപോലെ എന്നെ ദ്രോഹിക്കരുത്. ഇത് എന്റെ ഒരു അപേക്ഷയാണ്. ഇവൻ കാരണം ഞാൻ മിക്കവാറും ജയിലിൽ കയറുമെന്ന് തോന്നുന്നത്. പവിയേട്ട, അവനൊരു നമ്പർ ഇറക്കിയതാന്നാ എനിക്ക് തോന്നുന്നേ. സതീഷ് എന്ന പേര് അവന്റെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്ത പേരായിരിക്കും. ബാംഗ്ലൂരിൽ അവൻ കുറച്ചുകാലം പഠിച്ചു എന്നുള്ളത് സത്യ. എന്ന് കരുതി ആ നാട് അവന്റെ തറവാട് സ്വത്താണോ? അവനെ സൂക്ഷിക്കണം. അവന്റെ ഉള്ളിൽ നമ്മളോട് വല്ലാത്ത പകയുണ്ട്. അവനത് പറയാതെ പറഞ്ഞു. എന്തൊക്കെയായാലും അവന്റെ വരവ് തടയാൻ നമുക്ക് പറ്റിയില്ലല്ലോ. ചിലതങ്ങനെയാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും തടയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഇതും. അവന്റെ വരവ് എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ്.